കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതിന് ഗവർണർമാർക്ക് തമിഴ്നാടിന്റെ ഹർജി പരിഗണിക്കവേ തന്നെ ബില്ലുകൾ അധികകാലം പിടിച്ചു വയ്ക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്നുള്ള കോടതിയുടെ സുപ്രധാനമായ വിധിയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വരുന്നത് ഈ ബില്ലുകളിൽ ഒപ്പിടുന്നതിന് രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എന്നുള്ളതാണ്. 3 മാസത്തിനുള്ളിൽ ബില്ലുകൾ പാസ്സാക്കണമെന്നാണ് വിധി. തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലെ വിധിയിലാണ് സമയപരിധി പരാമർശിക്കുന്നത്. വിധിയുടെ പകർപ്പ് എല്ലാ ഹൈക്കോടതിക്കും എല്ലാ ഗവർണർമാർക്കും അയച്ചു. ഷപ്ന സേതുണ്ട് നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി. ഷപ്ന, ഞാൻ ഈ പറഞ്ഞതുപോലെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച സുപ്രധാനമായ നിർദ്ദേശം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ട് അധിക ദിവസങ്ങളാകുന്നില്ല. തൊട്ടു പിന്നാലെ രാഷ്ട്രപതിക്കുമുണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഏതായാലും രാവിലെ തന്നെ ഇപ്പോൾ ഒരു വലിയ വാർത്ത തന്നെയാണ് വരുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഗവർണർമാർക്കുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അതേ വിധിയിൽ തന്നെ ആ വിധിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വിധിയിൽ തന്നെയാണ് രാഷ്ട്രപതിക്കും ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തേക്ക് എത്തുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടുന്നതിന് ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ബില്ലുകൾ പാസ്സാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗവർണർ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ആ ബില്ലുകൾ പിടിച്ചു വെക്കാൻ പാടില്ല. 3 മാസത്തിനകം തന്നെ അതിൽ തീരുമാനമെടുക്കണം. ഈ തമിഴ്നാട് ഗവർണർ ഡോക്ടർ RN രവിക്കെതിരെയുള്ള ആ വിധിയിലുള്ള പരാമർശങ്ങളാണിത്. അതോടൊപ്പം തന്നെ ഈ വിധിയിൽ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു, ഗവർണർക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ബില്ലെത്തിയാൽ, നിയമസഭ പാസാക്കിയ ബില്ലെത്തിയാൽ 3 കാര്യങ്ങളാണ് ഗവർണർ ചെയ്യേണ്ടത്. ഒന്നുകിൽ അത് തടഞ്ഞു വെക്കുക, പൂർണ്ണമായും തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ പാസ്സാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രാഷ്ട്രപതിക്ക് അയക്കുക. ഇതിൽ 3ഉം ചെയ്യാതെ കുറച്ചുനാൾ തടഞ്ഞു വെച്ചതിന് ശേഷം പിന്നീട് കുറച്ചു കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് അയക്കുന്ന നടപടി പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രപതിക്ക് അങ്ങനെ ബില്ലെത്തിയാൽ 3 മാസത്തിനകം തന്നെ രാഷ്ട്രപതിയും അതിൽ തീരുമാനമെടുക്കണം എന്നതാണ് ഈ ഉത്തരവിലുള്ളത്. ഓർഡിനൻസുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കുള്ള സമയപരിധി 3 ആഴ്ചയായിട്ടും കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ ഷപ്ന, വ്യക്തമാണ്. അപ്പോൾ രാഷ്ട്രപതിക്കും ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിന് രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു സുപ്രീം കോടതി. സുപ്രധാനമായ വാർത്തയാണ്. കാരണം ഈ ഗവർണർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ രാഷ്ട്രപതിക്ക് കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ നിർദ്ദേശം നൽകുകയാണ് സുപ്രീം കോടതി. ജനാധിപത്യപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നൊരു താക്കീതായി കൂടി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ്.